പാലക്കാടേക്ക് പോയാൽ അവിടെ മംഗലം ഡാം ഓടംതോട് മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഓടംതോട് സ്വദേശി വിജേഷാണ് കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടത്. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിംഗിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പുലിയെ കണ്ടത്. പിന്നീട് കുരുക്കിൽ നിന്ന് വേർപെട്ട റോഡിന്റെ മറുവശത്തേക്ക് കാട്ടിലേക്ക് പുലി ഓടിപ്പോവുകയായിരുന്നു. ഇക്ബാൽ ഇറക്കലാണ് ചെയ്യുന്നത്. ഇക്ബാൽ, പുലിഭീതി ഒഴിയുന്നില്ല. ജനവാസ മേഖലയിൽ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുകയാണോ പുലി? എന്താണിപ്പോൾ വനം വകുപ്പ് ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ? വിനീത, കഴിഞ്ഞ ദിവസമാണ് മംഗലം ഡാം സ്വദേശിയായിട്ടുള്ള രാഹുലും കുടുംബവും ഈ പ്രദേശത്ത് പുലിയെ കണ്ടു എന്ന വിവരം വനവകുപ്പിൽ അറിയിച്ചത്. വനവകുപ്പ് അതിനുശേഷം പിന്നീട് ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഓടംതോട് സ്വദേശിയായിട്ടുള്ള വിജേഷാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പുലിയെ കണ്ടു എന്നുള്ളത് വനവകുപ്പിൽ വിളിച്ച വിവരം അറിയിച്ചുള്ളത്. വിജേഷും സുഹൃത്തും വിജേഷിന്റെ ഓടംതോടുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഓടംതോട് മേഖലയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിങ്ങിലെ വഴിയിൽ കുരുങ്ങിയ നിലയിൽ ഈ പുലിയെ കാണുന്നത്. ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഈ വലയിൽ നിന്നും രക്ഷപ്പെട്ട് പുലി പിന്നീട് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടി മറിയുന്നതായും കണ്ടു എന്നുള്ളതാണ് വിജേഷ് വനവകുപ്പിന് നൽകിയ വിവരം. പിന്നീട് വനവകുപ്പ് ഈ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മംഗലം ഡാം ഓടംതോട് മേഖലയിൽ സ്ഥിരമായി ഈ പുലിയെ കാണുന്നതുകൊണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്, ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പുലിയെ കെണി സ്ഥാപിച്ച് പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അതാണ്, വലയിൽ കുരുങ്ങിയ പുലി എങ്ങനെയോ രക്ഷപ്പെട്ട് വീണ്ടും ഓടിപ്പോവുകയായിരുന്നു. ഏതായാലും ആ പ്രദേശത്ത് വലിയ ഭീതിയാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ